ഞാൻ അങ്ങയുടെ അടിമ ഹിമ്ര. എന്റെ അടിമയാ? അതെ, ഈ മോതിരം ധരിക്കുന്നവന്റെ ആജ്ഞകൾ അനുസരിക്കുന്നവനായിരിക്കും ഞാൻ. അങ്ങക്ക് എന്തു വേണം കൽപ്പിച്ചാലും. എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവിട്. എന്റെ കയ്യിലേക്ക് കയറിക്കൊള്ളൂ. ഇമ്രാൻ, നീ ഇപ്പോൾ പോയിക്കൊള്ളൂ. ആവശ്യമുള്ളപ്പോ വിളിക്കാം. ഉമ്മ, എടാ നീ ഇങ്ങ് തിരിച്ചു വന്നോ? നന്നായി. എന്റെ മോൻ എളാപ്പാന്റെ കൂടെ പോയി കച്ചവടവും പഠിച്ച് കട തുറക്കാൻ വേണ്ടി വന്നതാണല്ലേ? അയ്യോ ഉമ്മ, അത് ഇളയാപ്പ അല്ലായിരുന്നു. എളാപ്പാല്ലാതെ പിന്നെ ആരാടാ? എടാ നീ എനിക്കും നിനക്കും ഉതകത്തില്ല. എങ്ങോട്ടെങ്കിലും എക്കേടും കിട്ടുപോ. അല്ലാണ് ഉമ്മ, ഞാൻ പറയുന്നത് കേൾക്കൂ. അത് ഇളയാപ്പ ഇല്ലായിരുന്നു, മന്ത്രവാദി വേഷമാരി വന്നാണ്. മന്ത്രവാദിയോ? അതെ, അയാൾ ഇന്ന് കൊല്ലം കൊണ്ടുപോയതാണ്. ആ മന്ത്രവാദി എന്നെ ഒരു വലിയ ഗുഹയ്ക്കകത്ത് പിടിച്ച് തള്ളി. അവിടെ ജിന്നും ചെറുത്താനും പിശാശും പ്രേതവും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനായതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്റെ മോനെ നിന്നെ പടച്ചോൻ രക്ഷിച്ചു. ഈ വിളക്കെടുക്കാന്നാണ് അയാൾ ഈ സൂത്രമൊക്കെ കാണിച്ച് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. ഇത് ഏതോ അത്ഭുത ശക്തിയുള്ള വിളക്കാണെന്നാ തോന്നുന്നത്. ഈ വിളക്ക് അയാൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ അയാൾക്ക് ദേഷ്യം വന്നു. എന്നെ ആ ഗുഹയ്ക്കകത്ത് പിടിച്ച് അടച്ചു. പിന്നെ ഒരു ഭൂതമാണ് എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നാക്കിയത്. എന്റെ മോനെ, നമുക്ക് ഈ ഭൂതവും പ്രേതവും ഒന്നും വേണ്ട. മോൻ ഈ വിളക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്ന് കള. എന്റെ മോന് വിശക്കുന്നുണ്ടാവും. ഉമ്മ എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ? എന്ന ഭൂതമാണ് ഞാൻ. 7-ാം കടലിനടിയിലാണ് എന്റെ താമസം. എന്തിനൂടെ വന്നു? ആലംബന. ഈ വിളക്കാരുടെ കയ്യിലാണോ അവന്റെ അടിമയാണ് ഞാൻ. എന്ത് കാര്യവും സാധിച്ചു കൊടുക്കും. ഈ മോതിരത്തിൽ ഒരു ഭൂതം ഉണ്ടല്ലോ. അവൻ ചെറിയ കുട്ടി. അവനെപ്പോലെ ആയിരക്കണക്കിന് ഭൂതങ്ങളുടെ രാജാവാണ് ഞാൻ. ഈ വിളക്ക് തേച്ചാൽ ഞാൻ പ്രത്യക്ഷപ്പെടും. പോകാൻ പറഞ്ഞാൽ പോകും. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തരും. എന്താണ് വേണ്ടത്? എനിക്ക് റൊട്ടിയും കോഴിയും വേണം. ഞാൻ ഈ കോഴിയല്ല ചോദിച്ചത്. എനിക്ക് പൊരിച്ച കോഴി വേണം. കൊള്ളാം, നന്നാക്കി. ഇനി അമീർ പോയിക്കോളൂ. ആവശ്യമുള്ളപ്പോ വിളിക്കാം. അയ്യോ, ഇതെന്താ മോനെ? ഇത് എവിടുന്ന് കിട്ടി? റൊട്ടിയും പൊരിച്ച കോഴിയുമാണ്. എന്റെ കൂട്ടുകാരൻ കൊണ്ടു തന്നു. കൂട്ടുകാരനോ? ഏത് കൂട്ടുകാരൻ? എനിക്ക് അങ്ങനെയൊക്കെ വലിയ വലിയ കൂട്ടുകാരൊക്കെ ഉണ്ട്. ഉമ്മത്തിനോ? എന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ആ വിളക്കിലേക്ക് സ്വന്തമാക്കണം. അതിന് നീ എന്നെ സഹായിക്കണം, എന്നെ അനുഗ്രഹിക്കണം. ബഷീർ, അടുത്ത സൂര്യോദയം മുതൽ ഞാൻ വീണ്ടും ധ്യാനം ആരംഭിക്കാൻ പോകുകയാണ്. അതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും നീ ഉടനെ ചെയ്യുക.
മഹാനും ഉദാരനും പ്രജാവത്സലനുമായ ബാഗ്ദാദ് രാജാവ് അരുൺ ഇബ്ന അബ്ദുൾ റസാഖിനെ ഷാം രാജാവ് ജലാലുദ്ദീൻ ഔർ റഷീദ് വിനയപൂർവ്വം തെரியപ്പെടുത്തുന്ന ദൗത്യം എന്തെന്നാൽ എന്റെ സീമന്തപുത്രി സുഹർബാൻ രാജകുമാരിയും അവരുടെ ഭർത്താവ് ഫസൽ ജമാൽ രാജകുമാരനും പരിവാര സമേതം അജ്മീറിലേക്ക് എഴുന്നള്ളുകയാണ്. വഴിമധ്യേ അങ്ങയുടെ ആജ്ഞ കാത്തുകിടക്കുന്ന പവിത്ര ഭൂമിയായ ബാഗ്ദാദിൽ വിശ്രമിക്കുന്നതിന് അവരാഗ്രഹിക്കുന്നു. അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി നാം ആഗ്രഹിക്കുന്നു. അങ്ങയുടെ വിശ്വസ്തൻ ജലാലുദ്ദീൻ അൽ റഷീദ്. ഖാസിം, അവരെ രാജോചിതമായ രീതിയിൽ സ്വീകരിച്ച് വേണ്ടത്ര സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. കൽപ്പന പോലെ ഷഹൻഷാ. നമ്മൾ എപ്പോഴാണ് അജ്മീറിലേക്ക് പുറപ്പെടുക? നാളെ രാവിലെ രാജാവിനെ കാണണം. ഒരു ഔപചാരിക സന്ദർശനം. അടുത്ത ദിവസം നമുക്ക് അജ്മീറിലേക്ക് പുറപ്പെടാം. വരൂ. കൊട്ടാരം നർത്തകികൾ നമുക്ക് വേണ്ടി ഇവിടെ നൃത്തം ചെയ്യുന്നുണ്ട്. രാജാവ് അയച്ചതാണ്. మధురం కవర్ణ చోరనా